ഇന്നലെ ഇവിടെ ക്ലിനിക്കിൽ ഒരു കപ്പിൾ ആദ്യമായിട്ട് വന്നു ആൻഡ് അവരുടെ ഹിസ്റ്ററി പറയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി അവർ കഴിഞ്ഞ 3 മാസം ആറ്റ് ഹോം ഇൻസെമിനേഷൻ കിറ്റ്, അതായത് IUI ചെയ്യുന്ന ഒരു വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കിറ്റ് അവർ വാങ്ങിച്ച് ശ്രമിച്ചിട്ടുണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇൻ ഹൗസ് ഇൻസെമിനേഷൻ കിറ്റ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ സിമെന്റ് കളക്ട് ചെയ്യാനുള്ള ഒരു കണ്ടെയ്നറും പിന്നെ അതിനെ സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഫില്ലർ പോലത്തെ, നമ്മുടെ ഇങ്കൊക്കെ നിറയ്ക്കുന്ന അതേ ഫില്ലർ പോലത്തെ ഒരു ഡിവൈസ്, പിന്നെ യൂട്രസിനകത്തോട്ട് കയറ്റാൻ വേണ്ടിയുള്ള കെത്തീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് മുമ്പേ ആലോചിക്കേണ്ടത് ഈ IUI എന്ന് പറയുന്ന പ്രോസസ്സിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേസ് ആണ് ഈ സിമെന്റ് സാമ്പിളിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള കുറേ കെമിക്കൽസും കുറേ സ്പേമിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും ബാക്കി കുറച്ച് എൻസൈംസും കാര്യങ്ങളൊക്കെ ഒരിക്കലും യൂട്രസിൻ്റെ അകത്ത് കയറേണ്ട സബ്സ്റ്റൻസസ് അല്ല. അത് വജൈന വരെ വരും, എന്നിട്ട് അവിടുന്ന് യൂട്രസിലോട്ട് സ്പേംസ് മാത്രമേ ഉള്ളിലോട്ട് കയറാറുള്ളൂ. അപ്പോൾ ഈ എൻസൈംസും സബ്സ്റ്റൻസ് ഒക്കെ യൂട്രസിനകത്തോട്ട് കയറുമ്പോൾ അത് യൂട്രസിനകത്തൊരു റിയാക്ഷൻ ഉണ്ടാക്കുകയും യൂട്രസ് നല്ലപോലെ ക്രാമ്പ് ചെയ്ത് ലേഡിക്ക് വളരെയധികം പെയിൻ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ IUIയിൽ നമ്മൾ സിമെന്റ് സാമ്പിൾ പ്രോസസ്സ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് ഹെൽത്തി സ്പേംസിനെ മാത്രം ഒരു ന്യൂട്രൽ ലിക്വിഡിനകത്താക്കി യൂട്രസിനകത്തോട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു ഈ ഇൻഹൗസ് ഇൻസെമിനേഷൻ കിറ്റിൽ നമ്മൾ ആസ് ലോങ് ആസ് നമ്മൾ ആ സാമ്പിളിനെ വജൈനയിലോട്ട് ഇടുന്നതാണെങ്കിൽ ഒരു കുഴപ്പവും കാണത്തില്ല. പ്രോസസ്സ് ചെയ്യാത്ത സിമെന്റ് അതുപോലെ തന്നെ നമുക്ക് വജൈനയിലോട്ട് ഇടാം. പക്ഷെ ഒരിക്കലും യൂട്രസിനകത്തോട്ട് ഇടാൻ നോക്കരുത്. ഇന്റർകോഴ്സ് ശരിക്കും ചെയ്യാൻ പറ്റാത്ത കപ്പിൾസ്, അതായത് ഇറക്ഷൻ നേരെയല്ല, അല്ലെങ്കിൽ പെനിട്രേഷൻ നേരെയല്ല, അല്ലെങ്കിൽ ഇജാക്കുലേഷൻ ആകുമ്പം സിമെന്റ് സാമ്പിൾ വജൈനയ്ക്കകത്തോട്ടല്ല പോകുന്നത്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള കപ്പിൾ മാത്രം ഈ ഇൻഹൗസ് കിറ്റ് മേടിച്ചിട്ട് വജൈനയിൽ മാത്രം ആ സാമ്പിൾ ഡിപ്പോസിറ്റ് ചെയ്താൽ മതി.